അസുരവിത്ത് എന്നുള്ള പടത്തില് എനിക്ക് ആ ക്യാരക്ടർ ആക്ച്വലി ഞാൻ ചെയ്യേണ്ടതല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ധരിക്കേണ്ട കുപ്പായമല്ലായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഇപ്പൊ അതേ ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഇപ്പത്തെ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ കേപ്പബിൾ ആണോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ? എന്റെ പ്രായം കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് വന്നു, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് ആ സിനിമയെ പറ്റി അങ്ങനെ പറയാൻ കാരണം എനിക്ക് AK സാജൻ എന്ന് പറഞ്ഞ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാവും. മറ്റു ചില സംവിധായകർക്ക് ഞാനിപ്പോ ഞാൻ ആ പടം ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ സാജൻ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ സിനിമ ഒരിക്കലും ആ പ്രായത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു സിനിമയല്ലായിരുന്നു. കാര്യം ആ സിനിമയ്ക്ക് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു ലെവലിൽ പോകേണ്ട ഒരു സിനിമയാണ്. കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞങ്ങള് കുറ്റവും ശിക്ഷയും ഷൂട്ട് ചെയ്യാൻ ജയ്പൂരിൽ നിന്ന് പോയിട്ട് വിജയ് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ടാക്സി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ആളെ ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ ഇയാള് എന്റെ അടുത്ത് ചോദിക്കുന്നത് ഹിന്ദിയിൽ ഒരു പേര് പറഞ്ഞിട്ട് ആ പടത്തിൽ അഭിനയിച്ച. അപ്പൊ ഞാനിത് അത് അസുരവിത്ത് ഡബ് ചെയ്ത് വന്നിട്ട് ഇയാള് ടിവിയിൽ കണ്ടിട്ടുണ്ട്. പുള്ളി അതിനെപ്പറ്റി എന്നോട് സംസാരിക്കുകയും ഞാനിങ്ങനെ ഒരു സെൽഫി കൂടെ എനിക്ക് പുള്ളി എടുത്ത് ചോദിക്കണം തോന്നി. അപ്പൊ ആ സിനിമ അത് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ, അത് ഇനീഷ്യലി അത് പൃഥ്വിക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ അത് അന്ന് പിന്നെ അതിന്റെ എന്തോ കുറെ ഡിസ്കഷൻസ് ഒക്കെ വന്ന് കുറെ നാളെ പടം ഷെൽഫ് ചെയ്തു. പിന്നെയാണ് അത് എന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ എന്റെ ഒരു എക്സൈറ്റ്മെന്റ് വയലൻസിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയിൽ ഭാഗമാവുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പൊ കേപ്പബിൾ ആണോ ചോദിച്ചാ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അതായത് യു ആർ ആൻ ആക്ടർ, അത്രയാണ്. ലൈക്ക് ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ഇന്ന ആക്ടറാണ്, അല്ലെങ്കിൽ ഒരു മെഗാ ആക്ടർ, അങ്ങനെയല്ല. യു ആർ ആൻ ആക്ടർ. അത് അങ്ങനെയാണ്. ഇപ്പം ആസിഫ് അലിനെ നമ്മൾ ഓരോ സിനിമയിൽ കാണുമ്പോഴും അങ്ങനെ തോന്നുന്നത്. അപ്പം ഇപ്പൊ ഒരു ഇപ്പൊ ഇറങ്ങിയ ഒരു കുറച്ച് സിനിമകളായാലും നമുക്ക് ചെറിയ വേഷങ്ങളായാലും എന്തായാലും അതിന്റെ ഒരു പ്രസൻസ് ആസിഫിക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമാണ്. അത് എനിക്ക് അറിയിച്ചുള്ളൂ. അത് ഇതൊന്നും പ്ലാൻഡ് അല്ല, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ചില സിനിമകൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അതിനോടൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ ഈ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ എത്തുന്ന കൺക്ലൂഷനാണ് ഇതൊക്കെ. സത്യം. ഇപ്പൊ ഞാൻ അതായത് ഇപ്പൊ ചില പടങ്ങള് ഇപ്പൊ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില പടങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു, പക്ഷെ നമുക്കത് കമ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ചിലപ്പോ അതൊരു സൂപ്പർ ഹിറ്റ് ആവുന്നു. അപ്പൊ ഒരുപാട് അപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കുന്നതിൽ അയ്യോ എവിടെയെങ്കിലും പാളി പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിസിഷൻ എടുക്കുന്നത് നമ്മളാണെങ്കിൽ അത് പാളിയാലും ഇല്ലെങ്കിലും നമുക്കത് എഫക്റ്റ് ചെയ്യില്ല.